ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ കേരളത്തിലും വിവിധ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. മലപ്പുറം ജില്ലയിലെ വിവിധ നഗരസഭകളിൽ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളിലേക്ക് ആരോഗ്യ കേരളം മലപ്പുറം പദ്ധതി വഴി മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഡോക്ടർ തസ്തികയിലേക്ക് MBBS ബിരുദവും TCMC രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 62 വയസ്സ് വരെയാണ്. മാസശമ്പളം 50,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും കൂടാതെ കേരള നഴ്സ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ്. അതോടൊപ്പം തന്നെ 1 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. മാസശമ്പളം 20,500 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് DPharm അല്ലെങ്കിൽ BPharm യോഗ്യതയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സമാന മേഖലയിലുള്ള 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. മാസശമ്പളം 17,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. മാസശമ്പളം 17,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം ജനുവരി 25 വരെയാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള ഓൺലൈൻ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ HDSന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. സർക്കാർ അംഗീകൃത BCVT അല്ലെങ്കിൽ DCVTയും TMD അല്ലെങ്കിൽ എക്കോ ടെക്നീഷ്യൻ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യൻ ആയിട്ടുള്ള പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും 1 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജനുവരി 27 രാവിലെ 9:30 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ HMC ദിവസവേതനത്തിന് ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ജനുവരി 25 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ സർക്കാർ അംഗീകൃത DPharm അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ PharmD ആണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. കുറഞ്ഞത് 1 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ജനുവരി 25 രാവിലെ 10:30 മുതൽ 11 മണി വരെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെയും ആശുപത്രി വികസന സമിതിയുടെയും കീഴിൽ വിവിധ തസ്തികകളിലേക്ക് നിശ്ചിത മാസവേതന അടിസ്ഥാനത്തിൽ 6 മാസ കാലയളവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിൽ ലാബ് അസിസ്റ്റന്റ്, പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, പീഡിയാട്രിക് ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗത്തിൽ എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ, അനസ്തേഷ്യ വിഭാഗത്തിൽ ഓക്സിജൻ പ്ലാന്റ് ടെക്നീഷ്യൻ തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ്, മേൽവിലാസം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജനുവരി 29 ലാബ് അസിസ്റ്റന്റ് എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ തസ്തികകളിലേക്കും 30 അനസ്തേഷ്യ ടെക്നീഷ്യൻ ഓക്സിജൻ പ്ലാന്റ് ടെക്നീഷ്യൻ തസ്തികകളിലേക്കും 31 റേഡിയോഗ്രാഫർ തസ്തികയിലേക്കും അഭിമുഖത്തിന് ഹാജരാവണം. രാവിലെ 10:30 ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള റീജിയണൽ VRDLലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയ്ക്കായി കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഓഫീസിൽ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, ഐഡൻറ്റിറ്റി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം ജനുവരി 30 രാവിലെ 10:30 ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്.
പറയുന്നത് വയനാട് ജില്ലയിലെ ആയുർവേദ സ്ഥാപനങ്ങളിൽ ഫാർമസിസ്റ്റ്, നഴ്സ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ ഫാർമസി കോഴ്സ് അല്ലെങ്കിൽ B.Pharm ആണ്. ആയുർവേദ നഴ്സ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള ഗവൺമെൻറ് അംഗീകൃത നഴ്സിംഗ് കോഴ്സ് അല്ലെങ്കിൽ BSc ആയുർവേദ നഴ്സിംഗ് ആണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൽപ്പറ്റ SP ഓഫീസിന് സമീപം സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ബിൽഡിങ്ങിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ജനുവരി 29 രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ജില്ലാ ആയുർവേദ ആശുപത്രി കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന സമഗ്ര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. കൂടിക്കാഴ്ച ജനുവരി 25 രാവിലെ 11:30 ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.